ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാവരും സാധാരണ എഴുതുന്ന, എന്നാൽ പലർക്കും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളീയർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെ പല നോട്ടിഫിക്കേഷനുകൾ നമ്മുടെ ഈ ചാനലുകളിലൂടെ അറിയിച്ചിട്ടുണ്ട്. PGT-യുടെ ഒക്കെ, ഇങ്ങനത്തെ TGT-യുടെയും അതർ മറ്റ് സാധാരണ ഇപ്പൊ ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ PGT-യാണ് വിളിച്ചിരിക്കുന്ന, ബാക്കി PGT-യും വരും. അപ്പൊ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവര്, ഇത് അയക്കണം എന്ന് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഇതിനെ പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് മുഴുവനും കാണുക. ചിലപ്പം അല്പം സമയം നീണ്ടുപോയിരിക്കാം, എന്നാലും വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. 2-3 വീഡിയോ ആയിട്ട് ഇത് ചെയ്യാൻ, കാരണം സിലബസും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് DSSB ഗവൺമെന്റ് ഓഫ് NCT ഓഫ് ഡൽഹി. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൈമറി ടീച്ചറിന്റെ, അസിസ്റ്റന്റ് പ്രൈമറി ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ എല്ലാ പ്രിയ അധ്യാപക സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് DLED ഉണ്ട്, BLED ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനില് DLED ഉണ്ട്. BED-കാരെ അല്ല, DLED, TTC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ DLED ഉള്ളവര്, BLED ഉള്ളവര്. ഓക്കെ, അതായത് പ്രൈമറി ടീച്ചറിന് യോഗ്യതയുള്ള ഏത് NCET അംഗീകാരമുള്ള കോഴ്സ് ചെയ്തിട്ടുള്ളവരായിരുന്നാലും, കൂടെ അതിനോടൊപ്പം തന്നെ CTET-ഉം കൂടി നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ദയവായിട്ട് നിങ്ങളെല്ലാവരും ഈ വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. ഇനി ഡൽഹി അല്ലേ, ഹിന്ദി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അതൊന്നും ഒരു ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യമേ അല്ല. അവർ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക. നമ്മുടെ റെയിൽവേയുടെ RRB ടീച്ചർ റെയിൽവേയുടെ ഈ 2025 എക്സാം ഇന്ന് കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. വളരെ എന്താ പറയാ, എളുപ്പമായിരുന്ന ഒരു എക്സാംസ് ആയിരുന്നു. സെക്കൻഡ് ഇയറിലേക്ക് ടാറ്റിലേക്ക് കടക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒക്കെ എൻ്റെ ക്ലാസ്സുകളെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ DSSB-യുടെ ക്ലാസ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ KVS, NVS, EMRS, AES, CTET, ഫിഷറീസ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ക്ലാസ്സുകൾ നമ്മൾ റെഗുലറായിട്ട് തന്നെ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ CTET ഉള്ളവര്, CTET 1 കാറ്റഗറി ഉള്ളവര്, DLED ഉള്ളവര്, BLED ഉള്ളവര്, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിലെ DLED ഉള്ളവരെല്ലാവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ ഇത് നോക്കുന്നവര് DSSB എന്നോ അല്ലെങ്കിൽ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് എന്നോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ഇവിടെ കിടപ്പുണ്ട് വേക്കൻസി നോട്ടീസ് അഡ്വർടൈസ്മെന്റ് ടു അഡ്വൈസർ നമ്പർ 5/2025 കമ്പൈൻഡ് എക്സാമിനേഷൻ 2025 ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ടീച്ചർ പ്രൈമറി PRT. ഓക്കെ, അപ്പൊ PRT-യിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ വലിയ അഭ്യർത്ഥന. പക്ഷെ CTET ക്വാളിഫൈഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. 1 by 1 ആയിട്ട്, അതായത് ഇതിൽ എത്ര വേക്കൻസീസ് ഉണ്ട്, ആദ്യമായിട്ട് ഇതിന്റെ എന്ന് മുതലാണ് അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ സൈറ്റ് കയറി തന്നെയാണ്, ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എത്ര വേക്കൻസീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള റിസർവേഷൻ കാര്യങ്ങളും എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം ഓർഡറിൽ പറഞ്ഞു തരാം. വളരെ പെട്ടെന്ന് തന്നെ തീർക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വേക്കൻസി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വേക്കൻസി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് DSSB-യുടെ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാൻ ഡൗട്ട്സ് ഉള്ളവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറുക. അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജിലൂടെയോ വിളിച്ചോ അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. ഓക്കെ, DSSB. ഓക്കെ, അപ്പം ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 17/9, ഈ മാസം 17-ാം തീയതി മുതലാണ് ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങേണ്ട ഡേറ്റ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് 16/10, അടുത്ത മാസം 16-ാം തീയതി വരെ അയക്കാം. ഏകദേശം ഒരു മാസം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, Delhi Subordinate Service Selection Board DSSB invites online application from eligible candidates for
റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ടീച്ചർ പ്രൈമറി. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഒന്നാമത്തത് അസിസ്റ്റന്റ് ടീച്ചർ പ്രൈമറി ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷനില്. ഓക്കെ, പേ ലെവല് 6th ആണ്. അൺറിസർവ്ഡ് കാറ്റഗറി 434, OBC 278, SC 153, ST 62, EWS 128, അങ്ങനെ ടോട്ടൽ 1055 വേക്കൻസിയാണ്. ഒരു കാര്യം ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, SCക്ക് ബാക്കി ഒരാൾക്കും റിസർവേഷൻ കിട്ടത്തില്ല. ജനറൽ ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷെ SCക്ക് റിസർവേഷൻ ഉണ്ട്. അത് കട്ട് ഓഫിന്റെ കാര്യത്തിലായിരുന്നു കഴിഞ്ഞാലും അതുപോലെ നിങ്ങളുടെ ഫീസ് അടയ്ക്കുന്നതിന്റെ കാര്യത്തിലായിരുന്നാലും വേക്കൻസി റിസർവേഷന്റെ കാര്യത്തിലും SCക്ക് റിസർവേഷൻ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആ ഒരു കാര്യം ചിന്തിക്കുക. മൊത്തത്തിൽ 166 SC ST കേട്ടോ, SCക്കും STക്കും SC ST മൊത്തം 166 SCക്കും 69 STക്കും ഉണ്ട്. ബാക്കിയുള്ളത് 502 ടോട്ടൽ വേക്കൻസി, 502 അൺറിസർവ്ഡ്, 306 OBC, EWS 137, മൊത്തം ടോട്ടൽ 1180, മൊത്തം 1180 വേക്കൻസി ഉണ്ട്. മൊത്തത്തിൽ PWBD എന്ന് പറയുന്നത് 61 വേക്കൻസീസ് ആണുള്ളത്. ഓക്കെ, 55 61 വേക്കൻസീസ് ആണുള്ളത്. ഓക്കെ, ഇതാണ് വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയും വേക്കൻസി 1150 വേക്കൻസി ആണുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിന്റെ ക്വാളിഫിക്കേഷനാണ് ഇനി അടുത്ത പറയേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കേട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സീനിയർ സെക്കൻഡറി, അതായത് +2-ന് 50% മാർക്ക്, അതുപോലെ തന്നെ 2-year ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് നിങ്ങളുടെ DLED, TTC, BLED മുതലായ NCT അംഗീകൃതമായിട്ടുള്ള പ്രൈമറി ടീച്ചറിന്റെ കോഴ്സ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ഇതേപോലുള്ള NCTയുടെ കോഴ്സുകൾ ഏതെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ആൻഡ് 2-year ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ, അതും ഇത് തന്നെയാണ്. ഓക്കെ, BEdകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സീനിയർ സെക്കൻഡറി ഓർ ഇറ്റ്സ് ഇക്വലന്റ് വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ആൻഡ് 2-year ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അപ്പം നിങ്ങൾക്ക് DLEDോ നിങ്ങൾക്ക് DLEDോ അല്ലെങ്കിൽ TTCയോ അതുപോലെ BLEDോ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ ഡിപ്ലോമയിൽ DLEDോ ഒക്കെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇതിന്റെ കൂടെ DLEDന്റെ കൂടെ നിങ്ങൾക്ക് എന്തും വേണം. എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പാസ് ഇൻ ദ സെൻട്രൽ എലിജിബിലിറ്റി ടെസ്റ്റ്, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് CTET കണ്ടക്ടഡ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അത് വേണം. ഓക്കെ, അപ്പൊ CTET 1 വേണം. CTET 1 വേണം. ഓക്കെ, CTET 1 വേണം. അത് കൂടാതെ തന്നെ മറ്റൊരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ഹാവ് പാസ്ഡ് ഹിന്ദി ഓർ ഉറുദു ഓർ പഞ്ചാബി ഓർ ഇംഗ്ലീഷ് സബ്ജക്ട് അറ്റ് സെക്കൻഡറി ലെവൽ. അതായത് നിങ്ങൾ 1 വരെ 10 വരെയുള്ള ക്ലാസ്സുകളിൽ, 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ഒന്നുകിൽ ഹിന്ദി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഉറുദു പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ പഞ്ചാബി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഏതെങ്കിലും ഒന്നുകിൽ ഹിന്ദി പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ ഉറുദു പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ പഞ്ചാബി പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചിരിക്കുക. 4 ആണ് കേട്ടോ. മസ്റ്റ് ഹാവ് പാസ്ഡ് ഹിന്ദി, ഉറുദു, പഞ്ചാബി ഓർ ഇംഗ്ലീഷ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ താഴെ ഞാൻ പറഞ്ഞ റിലാക്സേഷൻ അപ് ടു 5% ഇൻ ദ ക്വാളിഫൈ മാർക്സ്. Academic relaxation shall be allowed to the candidates belong to reserved categories such as SC, ST, OBC, PH. അതിൽ SC, STക്ക് മാത്രം എല്ലാ സ്റ്റേറ്റുകാർക്കും കിട്ടും. OBC, PH എന്നുള്ളത് ഡൽഹിക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അത് ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇതിന്റെ സ്കെയില് എന്ന് പറയുന്നത് പേ സ്കെയില് 6th പേ മാട്രിക്സ് ആണ്. 35,400, 1,12,400. ഓക്കെ, നോൺ ഗസൽഡ് ആണ്. നോട്ട് എക്സൈഡിങ് 30 years. ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. ഇനി ആ 30 വയസ്സ് ഏജ് എന്നുള്ള റിലാക്സേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് 35,400 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 70,000-80,000 സാലറി ലഭിക്കും കേട്ടോ. അതായത് ടാക്സ് ഒന്നും ഇല്ല. NCT ഡൽഹിയാണ്. അത്രത്തോളം ഇൻഹാൻഡ് സാലറി നിങ്ങൾക്ക് ലഭിക്കും തുടക്കത്തിലെ. ഓക്കെ, ഇനി അടുത്തത് അതിൽ ഇനി പറയേണ്ടത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് ഈ വേക്കൻസിയുടെ ക്ലാരിഫിക്കേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് പറയേണ്ടത് ഹൗ ടു അപ്ലൈ എന്ന് പറയുന്നത്
അതായത് കാൻഡിഡേറ്റ്സ് ഇതിന്റെ എലിജിബിലിറ്റി ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതായത് ഓൾ ഇന്ത്യൻസിന് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിസർവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. SC/ST ഫുൾ റിസർവേഷൻ ഉണ്ട്. OBC EWSനൊക്കെ അത് ഡൽഹി റിസൈഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ റിസർവേഷൻ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എന്താണ് ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 rupees only 100 rupees. അതിൽ വുമൻസ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, PWBD, ex-serviceman categories are exempted from പേയിങ് ആപ്ലിക്കേഷൻ കേട്ടോ. സ്ത്രീകൾക്ക് വുമൻസിന് ഫീസ് ഇല്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ SC/STക്കും ദിവ്യാംഗർക്കും ഫീ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അതിന് എക്സാമിനേഷൻ ഷെഡ്യൂൾ ആണ്. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് ഇതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് സിലബസ് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് നമുക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ സെപ്പറേറ്റ് സിലബസ് സ്ട്രക്ചർ പറയും. കാരണം കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ 2 സെക്ഷനാണ്, 200 മാർക്കിന്റെ എക്സാംസ് ആണ്. 100 മാർക്കിന്റെ സെക്ഷൻ ജനറൽ സെക്ഷനും 100 മാർക്കിന്റെ നമ്മുടെ സൈക്കോളജി. പക്ഷെ സൈക്കോളജി അല്ല, കഴിഞ്ഞ വർഷം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് MCQ ഓഫ് 1 മാർക്ക് ഈച്ച് ബേസ്ഡ് ഓൺ NCTE കരിക്കുലം ഇൻക്ലൂഡിംഗ് ടീച്ചിങ് മെത്തഡോളജി എന്നാണ് കേട്ടോ. അപ്പൊ ചെറിയൊരു വ്യത്യാസമുണ്ട് സിലബസിന്. അപ്പൊ അത് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നലത്തെയും റെയിൽവേയുടെ എക്സാമിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ് ഈ DEET+Bയുടെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സിലബസ് ഡിസ്ക്രിപ്ഷൻ ഞാൻ തരാം നിങ്ങൾക്ക്. ഇനി അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിന്റെ കാര്യമാണ് അടുത്ത് പറയേണ്ടത്. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് വിൽ ബി ആപ്ലിക്കബിൾ ആൻഡ് ഡിഡക്ഷൻ ഓഫ് 0.25 മാർക്സ് വിൽ ബി മെയ്ഡ് ഈച്ച് റോങ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. 0.25 മാർക്ക് ഉണ്ട് നെഗറ്റീവ് മാർക്കിംഗ് കേട്ടോ. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഒരു കാര്യം, ഇതിന്റെ എലിജിബിലിറ്റി, അതായത് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ദ ബോർഡ് ഇൻ ഓർഡർ ടു അച്ചീവ് qualitative selections and recruit the best talent available has fixed the following minimum qualifying marks for different categories: underserved, SC/ST, OBC, EWS, PWBD, ex-serviceman, etc. അതില് ജനറൽ ആൻഡ് EWSന് 40% കേട്ടോ. ജനറലും EWSന് 40%. അപ്പൊ നമുക്ക് എല്ലാവർക്കും SC/ST ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റുകാർക്കും, ഡൽഹി ഒഴികെയുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റുകാർക്കും പാസ്സാകുന്നതിന് 40% മാർക്ക് വേണം. ആ 40% എങ്ങനെ വായിക്കുന്നു എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അടുത്ത് OBC-കാർക്കാണെങ്കിൽ 35% മതി. OBC-കാർക്ക് 35% ആണ്. അത് ഓൺലി ഡൽഹിയിലുള്ളൊരു മാത്രമാണ്. ബാക്കിയുള്ള OBC-ക്ക് എല്ലാം 40% തന്നെ വേണം. അതുപോലെ ഓൾ SC/ST, PH, PW ഇൻ ഓൾ ഇന്ത്യ, ഓൾ ഇന്ത്യ ലെവലിലുള്ള SC/ST, PH കാൻഡിഡേറ്റ്സിന് 30% മതി കേട്ടോ. അവർക്ക് റിസർവേഷൻ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എക്സ് സർവീസ്മാന് 30%. ഓക്കെ, ഇതാണ് പാസ്സാകാനുള്ള മാർക്കിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പറയാം. റിസർവേഷൻ ബെനിഫിറ്റ്സിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞതായിരുന്നു. അപ്പൊ റിസർവേഷൻ ബെനിഫിറ്റ്സ് ഞാൻ ഒന്നും കൂടെ പറയാം. എന്താണ്, എല്ലാ SC/ST കമ്മ്യൂണിറ്റിക്കും 30% മാർക്ക് മതി കേട്ടോ പാസ്സാകാനായിട്ട്. ബാക്കി ജനറലിന് 40%. ഡൽഹി റിസൈഡ് ചെയ്യുന്നവരാണെങ്കിൽ 30% മതി. ഓക്കെ, പിന്നെയുള്ള അടുത്ത പറയാനുള്ളത് ഏജ് റിലാക്സേഷൻ ആണ്. ഞാൻ പറഞ്ഞു 30 വയസ്സാണ് ഇതിന്റെ എൻഡ് ഏജ്. 30 വയസ്സ് വരെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. ഇതിലൊരു എക്സംഷൻ ഉള്ളത് SC/ST-കാർക്ക്, SC/ST ഓൾ സ്റ്റേറ്റ്, PW അവർക്ക് എത്രയാണ് നോർമൽ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ SC/ST-കാർക്ക് 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. SC/ST 35, 35 വയസ്സ് വരെ ഉള്ളവർക്ക് SC/ST അപ്ലൈ ചെയ്യാം. ബാക്കി ആർക്കും റിസർവേഷൻ കിട്ടത്തില്ല. 30 വയസ്സ് തന്നെയാണ്. ഓൾ സ്റ്റേറ്റ് 30 വയസ്സ് തന്നെയാണ് ബാക്കി എല്ലാവർക്കും. പിന്നെ ഡൽഹി ബേസിലുള്ളവർക്കാണെങ്കിൽ OBC 3 ഇയർ ഉണ്ട്, PWD 10 ഇയർ ഉണ്ട്, PWD SC/ST ആണെങ്കിൽ 15 വർഷമുണ്ട്, PWD OBC ആണെങ്കിൽ 13 വർഷമുണ്ട്. അത് ഡൽഹിക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അല്ലാതെ നോർമൽ ആയിട്ട് ഓൾ സ്റ്റേറ്റിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാനുള്ള എൻഡ് പ്രായപരിധി 30 വയസ്സാണ്. ആരൊഴികെ? SC/ST ഒഴികെ. SC/STക്ക് 5 വർഷം റിലാക്സേഷൻ ഉണ്ട്, അത് കിട്ടുകയും ചെയ്യും. 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയേണ്ടത്
ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. ഇപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് നോക്കാനായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുകയും വേണം. ഓക്കെ, ഇനി ഇതിന്റെ പാസ് മാർക്ക്, ഈ 40 മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ സെക്ഷൻ ബേസ് ആണ്. ആ 40 മാർക്ക് എങ്ങനെ വാങ്ങിക്കണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഡീറ്റെയിൽ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ 40 മാർക്ക് വാങ്ങിച്ചാൽ മതി. പാസ്സാണ്. SC ST ആണെങ്കിൽ 30 മാർക്ക് മതി. ഓക്കെ, 200-ലല്ല 100-ലാണ് കേട്ടോ. പരീക്ഷ 200 മാർക്കിലാണ് നടക്കുന്നതെങ്കിലും ആ 100-ന്റെയാണ് പറയുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ DSSSBയുടെ PRT പ്രൈമറി ടീച്ചറിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കയറിയിട്ട് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക, അപേക്ഷിക്കണം. ഓക്കെ, 17-ാം തീയതി മുതലാണ് ഡേറ്റ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജിലൂടെ താഴെ വീഡിയോ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുകയോ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് റവന്യൂ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമുള്ള ചാനലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്, എൻഗേജ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജോലി കിട്ടാത്തവര്, പഠിച്ചുകൊണ്ട് നിൽക്കുന്നവര്, അപ്പം അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഒരു അവസരമാണ്. സെൻട്രൽ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് അറിയിക്കുക. മീൻസ് മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ കൊടുക്കുക. ഇനി താല്പര്യമുള്ളവര്, ഇൻട്രസ്റ്റ് ഉള്ളവര്, ഇഷ്ടപ്പെടുന്നവർ ഇത്തരത്തിലുള്ള വേക്കൻസി ഡീറ്റെയിൽസ്, അത് സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലുള്ള ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇനി ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്കുകൾ, വാട്സ്ആപ്പ് ചാനൽ ലിങ്കുകളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ എക്സാം ഇന്ന് എഴുതി, ഇന്നലത്തെ എക്സാമിന്റെ റിവ്യൂ നമ്മൾ ചെയ്തതാണ്. ഇന്നത്തെ എക്സാമിന്റെ റിവ്യൂ നമ്മൾ ഉടനെ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ കാണുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ എത്ര കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ള. മൊത്തം 1180 വേക്കൻസീസ് ആണ് ഉള്ളത് കേട്ടോ. 1180 വേക്കൻസീസ് ആണ്. 61 PW ദിവ്യാംഗനർക്കുള്ളതാണ്. അപേക്ഷിച്ച് തുടങ്ങേണ്ടത് 17. മറന്നു പോകരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. ഇതിനെ തുടർന്ന് തന്നെ ഇതിന്റെ സിലബസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഞാൻ 40%, 35%, 30% എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെയൊക്കെ വീഡിയോ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇത്, അതായത് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് DLED-ഓ TTC-യോ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ DLED-ഓ പ്ലസ് CTET ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഓൾ കേരളീയർസ് ഇത് അപ്ലൈ ചെയ്തിരിക്കണം. നിങ്ങൾ ഒരിക്കലും അമാന്തിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.